3 വർഷങ്ങൾക്ക് ശേഷം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ട ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നടന്നു. കുർമാത്തൂരിലത്തെ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലിക്ക് നേതൃത്വം നൽകിയത്. തുളസിക്കതിർ സമർപ്പിച്ച് ഓംകാരവിളികളുടെ അകമ്പടിയോടെ തുളസിക്കതിർ മൂടിയ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് കൊട്ടിയൂർ പെരുമാളിന് ആലിംഗന പൂജ. സ്ഥാനികൻ തറയിൽ കയറിയതോടെ വാദ്യങ്ങളും ഹരിയോം വിളികളും അക്കരെ സന്നിധാനത്ത് മുഴങ്ങി. തുളസിക്കതിർ കൊണ്ട് പൂജ ചെയ്ത ശേഷം നമ്പൂതിരിപ്പാട് സ്വയംഭൂ വിഗ്രഹത്തെ ആലിംഗനം ചെയ്തു. ഭക്തരുടെ ഓംകാരമന്ത്രവും ഒപ്പം മഴയും സന്നിധാനം ഭക്തിയുടെ ആനന്ദലഹരിയിൽ മുങ്ങി. പുഷ്പാഞ്ജലി കഴിഞ്ഞ് കുർമാത്തൂർ നമ്പൂതിരി തറയിൽ നിന്നിറങ്ങുന്നതുവരെ വാദ്യം തുടർന്നു. ദക്ഷനാൽ അപമാനിതനായി യാഗാഗ്നിയിൽ സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് കോപിതനായി മുച്ചൂട് മുടിക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു മുറുകെ കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് താപം ശമിപ്പിക്കുന്ന പുരാണ സന്ദർഭത്തെ അനുസ്മരിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി ആരാധനാ ദിനമായതിനാൽ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലി ഉണ്ടായിരുന്നു. തിരുവാതിര ചതുശ്ശതവും തൃക്കൂർ അരിയളവും ജൂൺ 26 നടക്കും. ജൂൺ 30 മകം നാളിലാണ് കലംവരവ്. അന്ന് ഉച്ചശീവേലിക്ക് ശേഷം ആനയും സ്ത്രീകളും അക്കരെ കൊട്ടിയൂരിൽ നിന്നും മടങ്ങും. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.